ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ഏത് സമയവും ഒരു തകർച്ച വരാമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. മാർക്കറ്റ് ആത്യന്തികമായിട്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിലും അത് നേർരേഖയിലല്ലെന്നും ഇടയ്ക്കിടയ്ക്ക് ഉയർച്ചകളും താഴ്ചകളും സൃഷ്ടിക്കുമെന്നും കൃത്യമായ ധാരണ ഉള്ളവരായിരിക്കും പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. എന്നാൽ ഏതൊരു വലിയ തകർച്ച ഉണ്ടായാലും അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു വരും അല്ലെങ്കിൽ തിരിച്ചു വന്ന ചരിത്രമുണ്ട് എന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ വലിയ തകർച്ചകൾ, ഇപ്പോൾ 1992 ഹർഷത് മേത്ത സ്കാമുമായി ബന്ധപ്പെട്ട് സെൻസെക്സ് ഇടിഞ്ഞത് 54%. എന്നാൽ തകരുന്ന സമയത്തുണ്ടായിരുന്ന ആ പീക്ക് ലെവലിലേക്ക് സെൻസെക്സ് തിരിച്ചു വന്നത് ഏകദേശം 2 വർഷവും 10 മാസവും എടുത്താണ്. ഇതേപോലെ 2000 വർഷത്തിലുണ്ടായ .com ബബിൾ, അന്ന് 56% മാർക്കറ്റ് ഇടിഞ്ഞത്. അതിന്റെ പീക്കിൽ നിന്നും 56% താഴേക്ക് വന്നിരുന്നു. 2 വർഷവും 6 മാസവും എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഇതേപോലെ തന്നെയാണ് ഏറ്റവും വലിയ തകർച്ച ഉണ്ടായ 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ 60% നിഫ്റ്റി ഇടിഞ്ഞത്. അത് തിരിച്ചു വന്നത് ഏകദേശം 2 വർഷവും 3 മാസവും എടുത്തിട്ടാണ്. അപ്പം ഈ ഒരു മേജർ ക്രാഷിന്റെ ഈ ഒരു അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഏറ്റവും വലിയ ക്രാഷ് നടന്നാൽ പോലും മാർക്കറ്റ് അതിന്റെ ഹൈയിലേക്ക് തിരിച്ചു വരാൻ 2 വർഷം മുതൽ 3 വർഷം വരെയാണ് മാക്സിമം എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ എടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് തന്നെ ഏറ്റവും വേസ്റ്റ് കേസ് സിനാരിയോയിലാണ് 2-3 വർഷമൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 3 വർഷത്തെ ടൈം ഹൊറൈസൺ അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു സമയം നമ്മളെ ഇൻവെസ്റ്റഡ് പോർട്ട്ഫോളിയോക്ക് അനുവദിക്കണമെന്ന് പൊതുവെ പറയുന്നത്. എന്നാൽ എല്ലാ കേസിലും തിരിച്ചുവരവിന് ഇതേപോലെ 3 വർഷം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉദാഹരണത്തിന് 2020 കോവിഡ് ക്രാഷ് ഏകദേശം 40% വലിയൊരു ഇടിവാണ്. പക്ഷെ അവിടെ 7 മാസത്തിനുള്ളിലാണ് മാർക്കറ്റ് അത്ഭുതകരമായ രീതിയിൽ റിക്കവറി നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ മാർക്കറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിയറിഷ് ട്രെൻഡ് അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 ഇൻഡെക്സ് അത് ഈ 2026 ജനുവരി 2-ാം തീയതി ക്രിയേറ്റ് ചെയ്ത ഹൈ എന്ന് പറയുന്നത് 26,328 എന്ന ലെവലാണ്. അതാണ് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ. അപ്പോൾ ആ ഒരു ഹയസ്റ്റ് ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 22,331 എന്ന ലെവലിലാണ്. അതായത് ഏകദേശം 4000 പോയിന്റിന്റെ ഇടിവ്. പെർസെൻറ്റേജ് ടേംസിൽ നോക്കുകയാണെങ്കിൽ 15% ഒരു ഇടിവാണത്. അപ്പോൾ ആ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് എത്താൻ ഇപ്പോൾ 3 മാസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കേസ് കൂടുതൽ മോശമാവണമെങ്കിൽ നിലവിലുള്ള യുദ്ധത്തിൻ്റെ ഈ ഒരു അന്തരീക്ഷം അത് കൂടുതലായിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50% നിഫ്റ്റി ഫോൾ ചെയ്താലാണ് നമുക്ക് ഏറ്റവും മോശം ഒരു സിനാരിയോയിലേക്ക് പോയി എന്ന് പറയാൻ കഴിയുള്ളൂ. എന്നാൽ അത്തരം ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സാങ്കേതികമായിട്ട് നമ്മൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് 20% അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടേക്ക് പോകുമ്പോഴാണ് ബെയർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ നിലവിൽ നമ്മുടെ വിപണി പൂർണ്ണമായിട്ടും ഒരു ലോങ് ടേം ബെയറിഷ് സോണിലേക്ക് കടന്നോ എന്ന് ഉറപ്പിക്കാനാവില്ലെങ്കിലും ചില ലക്ഷണങ്ങൾ അവിടെ പ്രകടമാണ്. ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ വൻതോതിൽ ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. എന്നാൽ അവിടെ DIAസും റെക്കോർഡ് ബൈങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാത്തത്. എന്നാലും നിലവിലുള്ള നിഫ്റ്റിയുടെ ട്രെൻഡ് അതിന്റെ കീ മൂവിംഗ് ആവറേജിന് താഴെയായതുകൊണ്ട് തന്നെ ഡൗൺ ട്രെൻഡിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നിലവിൽ ഏതായാലും 15% ഇടിഞ്ഞതുകൊണ്ട് ഇതിനെ ഒരു ഡീപ്പ് കറക്ഷൻ ലെവലിലേക്ക് മാർക്കറ്റ് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും നിഫ്റ്റി ഇനിയും ഇടിയാനുള്ള സാധ്യത ഉണ്ടാകാം. അത് നമുക്കൊരിക്കലും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. അപ്പോൾ അത് പ്യുവർലി ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷന്റെ, പ്രത്യേകിച്ച് ഇറാൻ US വാറുമായി ബന്ധപ്പെട്ട എസ്കലേഷനുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫെബ്രുവരി 28 ആരംഭിച്ച ഈ ഒരു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിട്ടുള്ള US-ഉം ഇസ്രായേലും ഒരുമിച്ചുള്ള ഈ യുദ്ധത്തിന്റെ ഈ ഒരു സന്നാഹം അതിപ്പോൾ 5-ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധം തുടങ്ങുമ്പോൾ ട്രംപ് പറഞ്ഞത് 4 ആഴ്ച കൊണ്ടെല്ലാം തീരുമെന്നാണ്. ഇപ്പോൾ 5-ാമത്തെ ആഴ്ച കടന്ന സ്ഥിതിക്ക് ട്രംപിന് പോലും ഇതിനെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇത് പ്രവചിക്കാൻ കഴിയുക? ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പെന്റഗൺ ഇറാഖിലും പരിസരത്തുമായി കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം വരും ആഴ്ചകളിൽ ഇറാനിൽ നേരിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓപ്പറേഷന് സാധ്യത ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ അവർ ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിന്റെ അടച്ചിടൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ ഇറാൻ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് ജൻഫാദ എന്ന പേരിൽ ജിഹാദി സന്നദ്ധ പ്രവർത്തകരെ യുദ്ധത്തിനായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ നീണ്ട ഒരു പോരാട്ടത്തിന് അവരും തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നിട്ടില്ലെങ്കിൽ പോലും യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനിടയിൽ ഒമാൻ, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്കായി ചില ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ നേരിയ സൂചനകൾ ഉണ്ടായാൽ പോലും മാർക്കറ്റിൽ ഒരു V ഷേപ്പ് റിക്കവറിക്ക് എപ്പോഴും സാധ്യതയുണ്ട്. എന്നാൽ യുദ്ധം ഒഫീഷ്യലായിട്ട് അവസാനിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത് വരെ മാർക്കറ്റിൽ ഈ ഒരു വളറ്റിലിറ്റി തുടരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ആവറേജിങ് എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില താഴോട്ടേക്ക് പോകുമ്പോൾ അത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി ആകെ കൈവശമുള്ള ഷെയറുകളുടെ ശരാശരി ആ ഒരു ബൈയിങ് പ്രൈസ്, ആവറേജ് പർച്ചേസ് പ്രൈസ് ക്രമീകരിക്കുന്ന ഒരു രീതിയാണിത്. എന്നാൽ ഇവിടെ ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട്. കാരണം നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് അത് എത്ര നല്ല സ്റ്റോക്ക് ആയിക്കോട്ടെ, എത്ര ഫണ്ടമെന്റലി സ്ട്രോങ് ആയിക്കോട്ടെ, അതൊരു 20% മുതൽ 40% വരെ ഇടിയാം എന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത്തരം ഘട്ടങ്ങളിൽ ആവറേജ് ചെയ്യാനുള്ള ക്യാഷ് നമ്മൾ റിസർവായി വെക്കുകയും വേണം. ആ ക്യാഷ് ഇൻ ഹാൻഡ് ഏതെങ്കിലും ലിക്വിഡ് ഫണ്ടിലോ ഫിക്സഡ് ഇൻകം തരുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിലോ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ആവറേജിങ് എന്നുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളോട് പറയാം. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് 500 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 100 ക്വാണ്ടിറ്റി വാങ്ങി അത് കുറച്ച് കഴിഞ്ഞിട്ട് 400 രൂപ എന്ന ലെവലിലേക്ക് ആ സ്റ്റോക്ക് പോയി എന്ന് കരുതുക. അപ്പോഴും നമ്മൾ 100 ക്വാണ്ടിറ്റി വാങ്ങി. പിന്നെയും അത് ഡിപ്പായി 300 എന്ന ലെവലിലേക്ക് പോയി, അപ്പോഴും നമ്മൾ 100 ക്വാണ്ടിറ്റി വാങ്ങി എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്റ്റോക്കിൻ്റെ വില 300 രൂപ ആണെങ്കിൽ പോലും നമ്മുടെ ആവറേജ് ബൈ പ്രൈസ് 400 രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 400 രൂപയിൽ കൂടുതലേക്ക് ഈ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്താൽ നമ്മൾ ലാഭത്തിലാവും. അതായത് നമ്മൾ ആവറേജ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു ലാഭം ഉണ്ടാകണമെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് 500 കിടക്കണമായിരുന്നു. എന്നാൽ ആവറേജ് ചെയ്തതിലൂടെ 400 കിടക്കുമ്പോൾ തന്നെ നമ്മൾ ലാഭത്തിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ ആ ഒരു സമയവും അവിടെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്രാഷ് നടക്കുമ്പോൾ ഭയം കാരണം ഷെയറുകൾ വിറ്റൊഴിവാക്കുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങോടെ ആവറേജ് ചെയ്യുന്നത് വഴി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആവാൻ നമുക്ക് സാധിക്കും. ഇതൊരു പരിധിവരെ നമ്മുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ ഇത് പ്രവർത്തിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആവറേജ് ചെയ്യുന്നത് എപ്പോഴും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കും. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ നഷ്ടം വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില കുറഞ്ഞു എന്നത് അത് വാങ്ങാനുള്ള ഒരു കാരണമല്ല, ആ കമ്പനിയുടെ ബിസിനസ് ഇപ്പോഴും ശക്തമാണോ എന്ന് നോക്കിയാണ് നമ്മൾ ആവറേജ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിയത് കാരണം റോ മെറ്റീരിയൽ പ്രൈസ് വർദ്ധിച്ചതുകൊണ്ട് ചില സ്റ്റോക്കുകൾ താഴോട്ടേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ ആ സ്റ്റോക്കിൽ എന്തെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂവോ അല്ലെങ്കിൽ അവർ വലിയ കടം കൊണ്ട് വലയുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് വലിയ തോതിൽ പ്രെഡ് ചെയ്ത ഒരു കമ്പനിയോ ആയിരിക്കണമെന്നില്ല. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ആ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഒന്ന് തണുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് തിരിച്ചു വരും. കാരണം ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്ത് മാത്രമാണ് അതിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് പോയത്, അല്ലാണ്ട് അതിൻ്റെ ബിസിനസ്സിൽ ഒരു കോട്ടവും വന്നിട്ടില്ല. ഇത് കൂടാതെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആവറേജ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ലംസം എമൗണ്ട് ഒന്നിച്ച് നിക്ഷേപിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലൊരു സ്ട്രാറ്റജി അല്ല. 20% ഒരു സ്റ്റോക്ക് ഇടിഞ്ഞാൽ പോലും പിന്നെയും അത് ഇടിയാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അത് 30%, 40% വരെയൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള തുകയുടെ ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മാർക്കറ്റ് ഇനിയും താഴോട്ടേക്ക് പോയാൽ വീണ്ടും ആവറേജ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ക്യാഷ് റിസർവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സിസ്റ്റമാറ്റിക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിരമിഡിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. ഇവിടെ 2 തരത്തിലുള്ള പിരമിഡിങ് ഉണ്ട്. ഒന്ന് പിരമിഡിങ്ങും മറ്റൊന്ന് റിവേഴ്സ് പിരമിഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പിരമിഡിങ് എന്താണെന്ന് മനസ്സിലായാലേ റിവേഴ്സ് പിരമിഡിങ് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നിങ്ങൾ തിരഞ്ഞെടുത്ത സ്റ്റോക്ക് ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ വീണ്ടും ആ സ്റ്റോക്കിൽ പണം നിക്ഷേപിക്കുന്ന രീതിയാണ് പിരമിഡിങ്. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാഹചര്യമില്ല. കാരണം ഒരു ബുൾ റണ്ണിലാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലുകൾ ഭേദിച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് പോകുമ്പോഴും കൂടുതൽ നിക്ഷേപിച്ച് കൂടുതൽ ലാഭം കൊയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, നിങ്ങൾ 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 100 എണ്ണം വാങ്ങുന്നു. അതിൻ്റെ വില 110 രൂപയായപ്പോൾ നിങ്ങൾ വീണ്ടും 50 എണ്ണം കൂടി വാങ്ങുന്നു. അതിൻ്റെ വില 120 ആയപ്പോൾ നിങ്ങൾ 25 എണ്ണം കൂടി വാങ്ങുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ വില കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്വാണ്ടിറ്റി കുറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അഗ്രസീവ് ട്രേഡർമാർ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസും പിരമിഡിങ്ങും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അതായത് സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവച്ച് നമ്മുടെ ലാഭം മാക്സിമം ബുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് പല അഗ്രസീവ് ട്രേഡേഴ്സും ഉപയോഗിക്കാറുള്ളത്.
അപ്പോൾ എന്താണ് പിരമിഡിംഗ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് റിവേഴ്സ് പിരമിഡിംഗ് എന്നും വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇടിയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് റിവേഴ്സ് പിരമിഡിംഗ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് വില കുറയും തോറും കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി നമ്മുടെ ശരാശരി ആവറേജ് ബൈയിങ് പ്രൈസ് ഗണ്യമായിട്ട് കുറയ്ക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ബെയർ മാർക്കറ്റിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും മികച്ച ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമേ വില കുറയുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിവേഴ്സ് പിരമിഡ് എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജി പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞ ആവറേജ് ചെയ്യുന്നതിൽ താഴോട്ടേക്ക് പോകുമ്പോൾ 100 ക്വാണ്ടിറ്റി വാങ്ങി പിന്നെയും 100 ക്വാണ്ടിറ്റി വാങ്ങി പിന്നെയും 100 ക്വാണ്ടിറ്റി വാങ്ങി അവിടെ നമ്മൾ ആ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല. എന്നാൽ ഇവിടെ റിവേഴ്സ് പിരമിഡിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ 500 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾ 100 ക്വാണ്ടിറ്റി ആദ്യം വാങ്ങി, അതിനുശേഷം ആ പ്രൈസിൽ നിന്ന് 400ലേക്ക് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് വന്നാൽ നിങ്ങൾ പിന്നീട് വാങ്ങേണ്ടത് 20 ക്വാണ്ടിറ്റി മാത്രമാണ്. പിന്നീട് സ്റ്റോക്ക് വീണ്ടും ഇടിഞ്ഞ് 350ലേക്ക് വന്നതെന്ന് കരുതുക, അപ്പോൾ നിങ്ങൾ വാങ്ങേണ്ടത് 30 ക്വാണ്ടിറ്റിയാണ്. പിന്നെയും സ്റ്റോക്ക് ഇടിഞ്ഞ് 300 രൂപയിലേക്ക് വന്നാൽ നിങ്ങൾ വാങ്ങുന്നത് 50 ക്വാണ്ടിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പിരമിഡിൽ നിന്നും നേരെ വിപരീതമായിട്ട് സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോകുമ്പോൾ ക്വാണ്ടിറ്റി കൂട്ടിക്കൂട്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ വാങ്ങുമ്പോൾ നിങ്ങളെ ആവറേജ് ബൈയിങ് പ്രൈസ് 367 രൂപ എന്ന ലെവലിലേക്ക് വരും. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 100 ക്വാണ്ടിറ്റി തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മളെ ആവറേജ് പ്രൈസ് 400ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ കൂടുതൽ ഷെയറുകൾ വാങ്ങിയത് കൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിയ ഷെയറുകൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് കാത്തിരിപ്പിൻ്റെ ആ സമയവും കുറയുന്നത് കൊണ്ട് ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണിത്. പക്ഷേ ഇവിടെ നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റും വളരെ പ്രധാനമാണ്. കാരണം പൊതുവെ അത്തരം ലെവലിൽ ഹൈ ക്വാണ്ടിറ്റി വാങ്ങാൻ പലരും മടിക്കാറുണ്ട്. ഇതേപോലെ നമ്മൾ സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ സെക്ടർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. കാരണം ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം മാറിയാൽ ആ സെക്ടർ റിവേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നും കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ രീതിയിൽ ആവറേജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മളെ മൊത്തം ക്യാപിറ്റലിൻ്റെ ഒരു 10-15% കൂടുതലാവാൻ പാടില്ല. നമ്മളെ പോർട്ട്ഫോളിയോയുടെ ഒരു 10-15% ഓക്കെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പെന്നി സ്റ്റോക്കുകളും ഹൈലി ഡെറ്റ് ആയിട്ടുള്ള കമ്പനികളിലും ഇത്തരം ആവറേജിങ് ഒരിക്കലും ചെയ്യരുത്. അത്തരം സന്ദർഭങ്ങളിൽ ഈ സ്റ്റോക്കുകൾ ഇടിഞ്ഞാൽ നഷ്ടം സഹിച്ചുകൊണ്ട് ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ക്യാഷ് റിസർവ് എപ്പോഴും അടിയന്തര ആവശ്യത്തിന് പണം മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ആവറേജിങ്ങിന് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ലോങ് ടേം വ്യൂ തീർച്ചയായിട്ടും നമുക്ക് ആ സ്റ്റോക്കിൽ ഉണ്ടാകുമെന്ന് വേണം. നമുക്കറിയാം, നമ്മളൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പൂർണ്ണമായ കൺവിക്ഷനോടുകൂടി നമുക്ക് 100% ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ആരുടെയെങ്കിലും ടിപ്സിൻ്റെ അടിസ്ഥാനത്തിലോ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങരുത്. ചിലപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇമ്പൾസ് ബൈയിങ് നടത്താറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്റ്റോക്കിനെ പറ്റി യാതൊരുവിധ പഠനവും നടത്താറില്ല. ആ സ്റ്റോക്കിൻ്റെ ബിസിനസ് എന്താണെന്ന് പോലും അറിയാതെയാണ് വാങ്ങാറുള്ളത്. അഥവാ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചുകൊണ്ട് അതിനി ഹോൾഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആവറേജ് ബൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.